قال إن كنت جئت بآية فأت بها إن كنت من الصادقين. ഫിർഔൻ പറഞ്ഞു, നീ വല്ല ദൃഷ്ടാന്തവും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ വാദം സത്യമാണെങ്കിൽ അത് അവതരിപ്പിക്കുക. فألقى عصاه فإذا هي ثعبان مبين. മൂസ തന്റെ വടിയെറിഞ്ഞു, പെട്ടെന്നതാ അത് സജീവ സർപ്പമായി തീർന്നു. ونزع يده فإذا هي بيضاء للناظرين. അദ്ദേഹം കീശയിൽ നിന്ന് തന്റെ കൈ പുറത്തെടുത്തു. അപ്പോഴതാ നോക്കുന്നവരൊക്കെയും അത് തിളങ്ങുന്നതായി കാണുന്നു. പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും നിയന്താവുമായ ദൈവത്തിന്റെ പ്രതിനിധിയാണ് മൂസ നബി എന്ന വസ്തുതയ്ക്ക് തെളിവായി നൽകപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളായിരുന്നു ഇവ. പ്രപഞ്ചനാഥന്റെ പ്രതിനിധിയെന്ന് വാദിച്ചുകൊണ്ട് പ്രവാചകന്മാർ ആഗതരായ ഘട്ടങ്ങളിലെല്ലാം ജനങ്ങൾ അവരോട് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുത്തരമായി പ്രവാചകന്മാർ കാണിച്ചുകൊടുത്ത ദൃഷ്ടാന്തങ്ങൾക്കാണ് ഖുർആൻ ആയാത്ത് എന്നും വേദശാസ്ത്ര സാങ്കേതിക ഭാഷയിൽ മുഅ്ജിസാത്ത് എന്നും പറയുന്നത്. ഇത്തരം ദൃഷ്ടാന്തങ്ങൾ പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായുണ്ടാകുന്ന സാധാരണ സംഭവങ്ങളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. യഥാർത്ഥത്തിൽ ഒട്ടും യുക്തിപൂർവമെന്ന് കരുതാനാവാത്ത നിലപാടാണിത്. എന്തെന്നാൽ ഖുർആൻ വ്യക്തമായും അമാനുഷ്യ സംഭവമായി വിവരിക്കുന്ന കാര്യമുണ്ടല്ലോ, അതിനെ സന്ദർഭത്തിനും പശ്ചാത്തലത്തിനും തീരെ വിപരീതമായി കേവലം ഒരു സാധാരണ സംഭവമാക്കി കാണിക്കാൻ പാടുപെടുന്നത് അപഹാസ്യമായ കുതർക്കം മാത്രമാണ്. അസാധാരണ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥത്തിൽ വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്. അതേസമയം പൈതൃക മതത്തിൽ ജന്മനാ വിശ്വസിച്ചു പോയതുകൊണ്ട് നിഷേധിക്കാൻ മനസ്സു വരാതിരിക്കുകയും ചെയ്യുന്നവരാണവർ. അത്തരം ആളുകൾക്ക് മാത്രമേ ഈ സാഹസം ആവശ്യമായി വരികയുള്ളൂ. മുഅ്ജിസാത്തിനെ സംബന്ധിച്ചിടത്തോളം മൗലികവും നിർണായകവുമായ ഒരേ ഒരു ചോദ്യം ഇതാണ്: പ്രപഞ്ച സംവിധാനത്തെ ഒരു നിയമമനുസരിച്ച് ചലനം കൊള്ളിച്ച ശേഷം ദൈവം നിഷ്ക്രിയനായിരിക്കുകയാണ്. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതിയിൽ ഇനിയൊരിക്കലും അവനിടപെടുക സാധ്യമല്ലേ? അഥവാ സ്വന്തം സാമ്രാജ്യത്തിന്റെ കടിഞ്ഞാൺ ഫലത്തിൽ ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണോ ഇപ്പോഴുമിരിക്കുന്നത്? അവന്റെ വിധിവിലക്കുകൾ അനുനിമിഷം ഇവിടെ നടപ്പാകുന്നുണ്ടോ? വസ്തുക്കളുടെ ആകൃതിയിലും സംഭവങ്ങളുടെ സാധാരണ ഗതിക്രമത്തിലും ഭാഗികമായോ സമഗ്രമായോ യഥേഷ്ടം മാറ്റം വരുത്താൻ എപ്പോഴും അവന് അധികാരമുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ആദ്യം പറഞ്ഞ നിലപാടിനെ ശരിവെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുഅ്ജിസാത്തിനെ അംഗീകരിക്കുക അസാധ്യമാകുന്നു. കാരണം അവരുടെ ദൈവസങ്കല്പത്തിനോ പ്രപഞ്ചസങ്കല്പത്തിനോ അതിണങ്ങുന്നില്ല. എന്നാൽ ഇത്തരക്കാർ ഖുർആന് വ്യാഖ്യാനവും വിശദീകരണവും നൽകാൻ മിനക്കെടുകയല്ല വേണ്ടത്. അതിനെ തുറന്ന ഭാഷയിൽ നിഷേധിക്കുകയാണ് അവർക്ക് നല്ലത്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ സംബന്ധിച്ച ഒന്നാമത്തെ സങ്കല്പത്തെ ഖണ്ഡിക്കാനും രണ്ടാമത്തെ വിഭാവനയെ സ്ഥാപിക്കാനുമാണ് ഖുർആൻ അതിന്റെ മുഴുവൻ ശക്തിയും വിനിയോഗിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഖുർആന്റെ തെളിവുകളിൽ സംതൃപ്തരായി രണ്ടാമത്തെ വിഭാവന അംഗീകരിച്ചവർക്കാവട്ടെ മുഅ്ജിസാത്തിനെ മനസ്സിലാക്കാനും സമ്മതിക്കാനും ഒട്ടും പ്രയാസമില്ല. സർപ്പം സാധാരണ രീതിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂവെന്നും ദൈവത്തിന് മറ്റൊരു വിധത്തിലും സർപ്പസൃഷ്ടി സാധ്യമല്ലെന്നുമാണല്ലോ നിങ്ങളുടെ വിശ്വാസം. എങ്കിൽ വടി സർപ്പമായെന്നും സർപ്പം വീണ്ടും വടിയായെന്നുമുള്ള പ്രസ്താവത്തെ പാടെ തള്ളിക്കളയാൻ നിങ്ങൾ നിർബന്ധിതരാണ്. മറിച്ച് നിർജീവ പദാർത്ഥത്തിൽ ദൈവവിധിപ്രകാരം ജീവൻ സംജാതമാവുമെന്നും യഥേഷ്ടം ഏതു പദാർത്ഥത്തിനും ജീവൻ നൽകാൻ ദൈവം ശക്തനാണെന്നും വിശ്വസിക്കുന്നവനുണ്ടല്ലോ, അവനെ സംബന്ധിച്ചിടത്തോളം ദൈവവിധിപ്രകാരം വടി സർപ്പമായതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. മുട്ടയിൽ സ്ഥിതി ചെയ്ത ഏതാനും അചേതന പദാർത്ഥങ്ങൾ പാമ്പായി തീരുന്നതിൽ അത്ഭുതമില്ലാത്തതുപോലെ. قال الملأ من قوم فرعون إن هذا لساحر عليم. അപ്പോൾ ഫിർഔന്റെ ജനത്തിലെ പ്രമാണിമാർ തമ്മിൽ പറഞ്ഞു, നിശ്ചയം ഇയാളൊരു പഠിച്ച മാന്ത്രികൻ തന്നെ. يريد أن يخرجكم من أرضكم فماذا تأمرون. നിങ്ങളെ സ്വന്തം മണ്ണിൽ നിന്ന് പുറത്താക്കാനാണ് ഇയാൾ വിചാരിക്കുന്നത്. കേൾക്കട്ടെ, നിങ്ങൾ എന്തു പറയുന്നു? ഇവിടെ ഒരു ചോദ്യം ഉത്ഭവിക്കാം.
സിറിയ മുതൽ ലിബിയ വരെയും മധ്യധരണ്യാഴി മുതൽ എത്യോപ്യ വരെയും നീണ്ടുകിടന്ന മഹാസാമ്രാജ്യത്തിന്റെ സ്വേച്ഛാധിപതിയും ആരാധ്യനുമാണല്ലോ ഫറവോൻ. ആ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരടിമ സമുദായത്തിലെ കോപ്പും താപ്പുമില്ലാത്ത ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഒരു വടി പാമ്പാക്കി മാറ്റിയതുകൊണ്ട് മാത്രം ആ മഹാസാമ്രാജ്യത്തിന് ഭീഷണി നേരിട്ടതെന്തുകൊണ്ട്? അയാൾ രാഷ്ട്രത്തെ അട്ടിമറിക്കുമെന്നും രാജകുടുംബത്തെയും ഭരണവർഗത്തെയും അധികാരത്തിൽ നിന്ന് പുറന്തള്ളുമെന്നും ഭയപ്പെടാൻ മാത്രം എന്തുണ്ടായി? രാഷ്ട്രീയ വിപ്ലവത്തിന്റെ പ്രശ്നം തന്നെ എങ്ങനെ ഉയർന്നു വന്നു? ഇദ്ദേഹമാകട്ടെ പ്രവാചകത്വം മാത്രമല്ലേ വാദിച്ചിട്ടുള്ളൂ, ഇസ്രായേലരെ വിട്ടുതരണമെന്ന് മാത്രമല്ലേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. രാഷ്ട്രീയത്തെ സംബന്ധിച്ച ഒരു പരാമർശവും നടത്തിയിട്ടില്ലെന്നിരിക്കെ ഭരണവർഗത്തിന്റെ അപകടഭീതിക്ക് എന്താണ് പ്രസക്തി? മറുപടി ഇതാണ്: നാടിന്റെ രാഷ്ട്രീയ വ്യവസ്ഥ ഉൾപ്പെടെ നിലവിലുള്ള ജീവിത വ്യവസ്ഥിതി സമൂലം പരിവർത്തിപ്പിക്കാൻ തനിക്കുദ്ദേശമുണ്ടെന്ന ആശയം ഉൾക്കൊള്ളുന്നതായിരുന്നു മൂസാ നബിയുടെ പ്രവാചകത്വവാദം. ഒരാൾ പ്രപഞ്ചനാഥന്റെ പ്രതിനിധിയെന്ന് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ അനിവാര്യമായും ജനങ്ങളിൽ നിന്ന് സമ്പൂർണമായ അനുസരണം ആവശ്യപ്പെടുന്നുവെന്നാണ് അർത്ഥം. എന്തുകൊണ്ടെന്നാൽ പ്രപഞ്ചനാഥന്റെ പ്രതിനിധി അന്യന്റെ ആജ്ഞാനുവർത്തിയോ പ്രജയോ ആയിരിക്കാനല്ല, മറിച്ച് മറ്റുള്ളവരാൽ അനുസരിക്കപ്പെടുന്ന നേതാവായിരിക്കാനാണ് വരുന്നത്. ഒരു അവിശ്വാസിയുടെ അധീശാധികാരം അംഗീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വ നിലപാടിന് കടകവിരുദ്ധമാണ്. ഇക്കാരണത്താലാണ് മൂസാ നബിയുടെ പ്രവാചകത്വവാദം കേട്ടപ്പോൾ തന്നെ ഫറവോനും ഭരണമുഖ്യന്മാരും അതിനെ രാഷ്ട്രീയ, സാമ്പത്തിക, നാഗരിക വിപ്ലവത്തിന്റെ അപകടചിഹ്നമായി കണ്ടത്. അവശേഷിക്കുന്ന മറ്റൊരു പ്രശ്നം ഇതാണ്: ഏക സഹോദരനല്ലാതെ മൂസാ നബിക്ക് മറ്റൊരു തുണയുമില്ലായിരുന്നു. പാമ്പായി രൂപാന്തരപ്പെടുന്ന വടിയും ഒരു തിളങ്ങുന്ന കയ്യുമൊഴികെ മറ്റു നിയമന ചിഹ്നമൊന്നും കൈവശമില്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ദൗത്യവാദത്തിന് ഈജിപ്തിലെ കൊട്ടാരത്തിൽ ഇത്രമേൽ പ്രാധാന്യം നൽകപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു? എന്റെ അഭിപ്രായത്തിൽ രണ്ട് പ്രധാന കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, മൂസാ നബിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഫറവോനും അയാളുടെ സഭയ്ക്കും നന്നായി അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ സംശുദ്ധവും ദൃഢഭദ്രവുമായ സ്വഭാവചര്യ, അസാമാന്യമായ കഴിവ്, ജന്മസിദ്ധമായുള്ള നേതൃത്വ യോഗ്യത ഇതെല്ലാം പരക്കെ പ്രസിദ്ധമായിരുന്നു. തൽമൂദിന്റെയും യൂസിഫോസിന്റെയും റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഈ ജന്മസിദ്ധമായ കഴിവുകൾക്ക് പുറമെ ഫറവോൻ ഗൃഹത്തിൽ രാജകുടുംബാംഗങ്ങളെ പഠിപ്പിച്ചു പോന്ന എല്ലാ കലാശാസ്ത്രങ്ങളും ഭരണതന്ത്രവും സൈനിക പരിശീലനവും മൂസായ്ക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു. രാജാവിന്റെ ദത്തുപുത്രനായിരിക്കെ അബിസീനിയ യുദ്ധത്തിൽ പങ്കെടുത്ത് സമർത്ഥനായൊരു ജനറലാണെന്നും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരുന്നു. കൊട്ടാരത്തിൽ വളരുകയും ഫിർഔൻ ഭരണത്തിൽ പദവികൾ അലങ്കരിക്കുകയും ചെയ്തതിനാലുള്ള വല്ല ദൗർബല്യങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് കരുതുക. എങ്കിൽ മദ്യനിലെ 8-10 കൊല്ലത്തെ മരുഭൂവാസവും ഇടയവൃത്തിയും വഴി അതും ദൂരീകരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കൊട്ടാരത്തിൽ പക്വമതിയും പ്രാപ്തനും ഉജ്ജ്വല പ്രഭാവനുമായ ഒരു മഹത് വ്യക്തിയാണ് പ്രവാചകത്വവാദവുമായി എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിസ്സാരമായി തള്ളുക പ്രയാസമായിരുന്നു. വടിയും തിളങ്ങുന്ന കൈയും കണ്ട് ഫിർഔനും പരിവാരവും അങ്ങേയറ്റം ഭയപ്പെട്ടു പോയതാണ് രണ്ടാമത്തെ കാരണം. ഇദ്ദേഹത്തിന് പിൻബലമായി ഏതോ ഒരമാനുഷ്യ ശക്തിയുണ്ടെന്ന് അവർ മിക്കവാറും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മൂസാ നബിയെ മാന്ത്രികനെന്ന് മുദ്രകുത്തുക, അതേസമയം നാടിന്റെ ഭരണാധികാരത്തിൽ നിന്ന് തങ്ങളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നവനെന്ന് ശങ്കിക്കുകയും ചെയ്യുക. ഇതിൽ വ്യക്തമായ വൈരുദ്ധ്യമുണ്ട്. പ്രവാചകത്വത്തിന്റെ ആദ്യ പ്രകടനം തന്നെ അവരിലുണ്ടാക്കിയ വിഭ്രാന്തിയാണിത് കാണിക്കുന്നത്. മൂസായെ മാരണക്കാരനും മന്ത്രവാദിയുമെന്നാണ് യഥാർത്ഥത്തിൽ അവർ കരുതിയതെങ്കിൽ രാഷ്ട്രീയ വിപ്ലവത്തിന്റെ ഒരാശങ്കയും അദ്ദേഹത്തെക്കുറിച്ചുണ്ടാകുമായിരുന്നില്ല. മാരണം കൊണ്ടും മന്ത്രം കൊണ്ടും ലോകത്തൊരിക്കലും രാഷ്ട്രീയ വിപ്ലവം സംജാതമായിട്ടില്ല. قالوا أرجه وأخاه وأرسل في المدائن حاشرين. അനന്തരം അവരെല്ലാം ഫിർഔനോട് നിർദ്ദേശിച്ചതെന്തെന്നാൽ മൂസയെയും സഹോദരനെയും അവിടെ നിർത്തുക, പട്ടണങ്ങളിലൊക്കെയും ശിപ്പായിമാരെ അയയ്ക്കുക. يأتوك بكل ساحر عليم. അവർ സമർത്ഥരായ മന്ത്രവാദികളെയെല്ലാം രാജസന്നിധിയിൽ കൊണ്ടുവരട്ടെ. ഫറവോൻ പ്രഭൃതികളുടെ ഈ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതാണ്. അതായത് ദിവ്യാത്ഭുതവും ആഭിചാരവും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു.
ദിവ്യാത്ഭുതം വഴി യഥാർത്ഥ മാറ്റം സംഭവിക്കുമ്പോൾ മാരണവിദ്യ കൊണ്ട് വസ്തുക്കളുടെ യാഥാർത്ഥ്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. മനസ്സിനെയും ദൃഷ്ടിയെയും സ്വാധീനിച്ച് വസ്തുക്കളിൽ മാറ്റമുണ്ടായതായി തോന്നിക്കുക മാത്രമാണ് ആഭിചാരം ചെയ്യുന്നത്. ഈ യാഥാർത്ഥ്യം ഫിർഔന്റെ രാജ്യസഭയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മൂസാ നബിയുടെ പ്രവാചകത്വത്തെ എതിർക്കേണ്ടതിനായി ഇയാൾ മാരണവിദ്വാനാണെന്ന് അവർ പറഞ്ഞത്. വടി യഥാർത്ഥത്തിൽ സർപ്പരൂപം പൂണ്ടിട്ടില്ല എന്നർത്ഥം. എങ്കിലല്ലേ അതൊരു ദൈവിക അടയാളമാവുകയുള്ളൂ. മറിച്ച് സാധാരണ ജാലവിദ്യക്കാർ ചെയ്യുന്നതുപോലെ കാഴ്ചയിൽ സർപ്പമെന്ന് തോന്നിക്കുക മാത്രമാണുണ്ടായത്. ഇതായിരുന്നു അവരുടെ വാദം. അനന്തരം രാജ്യത്തെല്ലായിടത്തുനിന്നും വിദഗ്ധരായ ജാലവിദ്യക്കാരെ വിളിച്ചുവരുത്തി വടികളും കയറുകളും പാമ്പുകളാക്കി മാറ്റുന്ന വിദ്യ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണമെന്ന് അവർ ഫിർഔനോട് ആവശ്യപ്പെട്ടു. മൂസാ നബിയുടെ പ്രവാചകത്വപരമായ അമാനുഷ ദൃഷ്ടാന്തം ബഹുജന മനസ്സിൽ സൃഷ്ടിച്ച ഭയവും മതിപ്പും മുഴുവനായി ദൂരീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അക്കാര്യത്തിൽ സംശയം ജനിപ്പിക്കാനെങ്കിലും വേണ്ടിയായിരുന്നു ഇത്. وجاء السحرة فرعون قالوا إن لنا لأجرا إن كنا نحن الغالبين. അവർ ചോദിച്ചു, ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും പാരിതോഷികം ലഭിക്കുമല്ലോ. قال نعم وإنكم لمن المقربين. ഫിർഔൻ ഉത്തരം കൊടുത്തു, അതെ, നിങ്ങൾ ഫിർഔന്റെ സമീപസ്ഥരിൽ ഉൾപ്പെടുകയും ചെയ്യും. قالوا يا موسى إما أن تلقي وإما أن نكون نحن الملقين. അനന്തരം അവർ മൂസായോട് ചോദിച്ചു, നീ എറിയുന്നുവോ അതോ ഞങ്ങൾ എറിയട്ടെയോ? قال ألقوا فلما ألقوا سحروا أعين الناس واسترهبوهم وجاءوا بسحر عظيم. മൂസ പറഞ്ഞു, നിങ്ങൾ തന്നെ എറിഞ്ഞുകൊള്ളുവിൻ. അവർ മാന്ത്രികോപകരണങ്ങൾ എറിഞ്ഞപ്പോൾ ജനത്തിന്റെ ദൃഷ്ടികളെ വശീകരിക്കുകയും ഹൃദയങ്ങളെ ഭീതിപ്പെടുത്തുകയും ചെയ്തു. ഗംഭീരമായൊരു ജാലവിദ്യയാണ് അവർ കാണിച്ചത്. وأوحينا إلى موسى أن ألق عصاك فإذا هي تلقف ما يأفكون. തന്റെ വടിയെറിയുവാൻ നാം മൂസാക്ക് സൂചന നൽകി. അദ്ദേഹം എറിയേണ്ട താമസം ആ നിമിഷത്തിൽ തന്നെ അത് അവരുടെ കൃത്രിമ വിദ്യകളെ വിഴുങ്ങുന്നു. മാന്ത്രികന്മാർ എറിഞ്ഞതും സർപ്പരൂപം പൂണ്ടിഴഞ്ഞതുമായ വടികളും കയറുകളുമെല്ലാം മൂസായുടെ വടി വിഴുങ്ങി എന്ന് ധരിക്കുന്നത് ശരിയല്ല. വടി പാമ്പായി മാറി. മാരണക്കാർ പടച്ചുണ്ടാക്കിയ മായാജാലത്തെ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത്. അതായത് വടികളും കയറുകളും ഇഴയുന്ന പാമ്പുകളായി തോന്നിച്ച മന്ത്രവാദത്തിന്റെ മാസ്മര ശക്തി ഈ സർപ്പം ഇഴഞ്ഞു ചെന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. അതിന്റെ ഒരേയൊരു കറക്കത്തിൽ മായാജാലക്കാരുടെ വടി വടിയായും കയറ് കയറായും കാണപ്പെട്ടു. ഇതാണ് മിക്കവാറും ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്ന ആശയം. فوقع الحق وبطل ما كانوا يعملون. ഇങ്ങനെ സത്യം സത്യമായി പുലർന്നു. അവർ നിർമ്മിച്ചുവെച്ചത് പൊളിയുകയും ചെയ്തു. فغلبوا هنالك وانقلبوا صاغرين. ഫിർഔനും കൂട്ടരും മത്സരരംഗത്ത് തോൽപ്പിക്കപ്പെട്ടു. ജേതാക്കളാകുന്നതിന് പകരം നിന്ദ്യരായിത്തീർന്നു. وألقي السحرة ساجدين. മാന്ത്രികരോ ഏതോ ശക്തമായൊരുൾവിളി അവരെ സാഷ്ടാംഗ പ്രണാമത്തിൽ വീഴ്ത്തി. قالوا آمنا برب العالمين. അവർ പറഞ്ഞു, ഞങ്ങൾ
ലോകങ്ങളുടെ ഉടയവനിൽ വിശ്വസിച്ചിരിക്കുന്നു.